എൻ്റെ പൂനെയിലെ ടെന്യൂർ സമയം അടുത്ത് വരുവാണ് തീരാൻ വേണ്ടി 2-2.5 വർഷം ആകുമ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എഴുതണമെന്ന്. അതിന് കാരണമുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഡിസ്കസ് ചെയ്തപ്പം ഞങ്ങൾ തീരുമാനിച്ചു ഞാൻ ആർമി വിടാം. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അവിടെ ജോലിയുണ്ട്, കിട്ടി. അവിടെ ഒരു കോളേജ് ജോലി കിട്ടി. എൻ്റെ ഭാര്യ അവിടെ കോളേജിൽ പഠിപ്പിക്കുന്നു. എനിക്ക് അവിടെ നിൽക്കാം, അപ്ലൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഞാനൊരു ആപ്ലിക്കേഷൻ ഇടാം. പക്ഷെ അതിനു മുമ്പ് MBA എടുക്കുകയാണെങ്കിൽ പുറത്ത് പോയാൽ ജോലി കിട്ടുമല്ലോ. അപ്പം ഞാൻ MBA എഴുതാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഇട്ടു എൻ്റെ കമാൻഡിങ് ഓഫീസറിന്. അദ്ദേഹം എന്നെ കൊല ചെയ്തു. അവൻ പുള്ളി പറഞ്ഞു, നീ ഒരു കോഴ്സ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ, നീ അടുത്ത കോഴ്സിന് പോവുകയാണ്, ഒക്കത്തില്ല എന്ന് എൻ്റെ ആപ്ലിക്കേഷൻ അയാൾ റിജക്റ്റ് ചെയ്തു. ഈ ആപ്ലിക്കേഷൻ MBA എന്ന് പറഞ്ഞ് പുറത്ത് പഠിക്കാൻ വേണ്ടിയായിരുന്നു, വൈകുന്നേരം പോകാൻ വേണ്ടി. ഓഫീസിൻ്റെ സമയം കഴിഞ്ഞു. അപ്പം അത് അദ്ദേഹം റിജക്റ്റ് ചെയ്തപ്പം എനിക്ക് വാശിയായി. എങ്കിൽ ഞാനൊരു കോഴ്സ് ചെയ്തേ അടങ്ങും. അപ്പം ഞാൻ വിചാരിച്ചു സ്റ്റാഫ് കോളേജ് എക്സാം എഴുതാമെന്ന്. സ്റ്റാഫ് കോളേജ് എന്ന് പറയുമ്പം ഇന്ത്യൻ ആർമിയിൽ ഓഫീസറിന് മുമ്പോട്ട് പോകണമെങ്കിൽ, അതായത് കരിയറിൽ ഉയർച്ച വേണമെങ്കിൽ സ്റ്റാഫ് കോളേജ് പാസ്സായാലേ സാധ്യമാകൂ. അത് ഒരു സ്റ്റാഫ് കോളേജുണ്ട് ഊട്ടിയിലുള്ള, അതാണ് ക്ലാസിക്കായിട്ടുള്ള സ്റ്റാഫ് കോളേജ്. പിന്നെ ടെക്നിക്കൽ സ്റ്റാഫ് കോളേജുണ്ട് ഗിരിനഗർ പൂനെയിൽ. അപ്പം ഞാൻ ഡിസൈഡ് ചെയ്തു എനിക്ക് ടെക്നിക്കൽ സ്റ്റാഫ് കോളേജ് ചെയ്യണം. കാരണം ഒന്ന്, എനിക്ക് പൂനെ നിൽക്കാം. 2, അത് കഴിയുമ്പം ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിട്ട് കഴിഞ്ഞാലും എനിക്ക് പുറത്ത് നല്ലൊരു ജോലി കിട്ടാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ടെക്നിക്കൽ സ്റ്റാഫ് കോളേജിൽ അപ്ലൈ ചെയ്തു. ഈ സ്റ്റാഫ് കോളേജിൻ്റെ പരീക്ഷ എന്ന് പറയുന്നത് 3 മണിക്കൂറിൽ 500 മാർക്കിൻ്റെ ഒരു പേപ്പർ, അങ്ങനെ 6 പേപ്പറാണ്. അതായത് ഒരാഴ്ച മൊത്തവും ആൾക്കാർ 2-3 വർഷം പഠിച്ചിട്ടാണ് ഇത് എഴുതുന്നത്. സിലബസ് അന്ത്യമില്ലാത്ത സിലബസാണ്. എന്തായാലും ഞാൻ തീരുമാനിച്ചു എഴുതി നോക്കാം, ഒരു കൈ നോക്കാം. എഴുതി ഞാൻ പാസ്സായി. ഇപ്പം 1990 ഞാൻ പൂനെ വന്നത്. 90 മൊത്തവും 91 മൊത്തവും 92 ഡിസംബറിൽ എൻ്റെ ടെന്യൂർ കഴിഞ്ഞു. 93 ജാനുവരിയിൽ ഞാൻ ഗിരിനഗറിൽ വന്നു. അപ്പം MB അനിൽകുമാർ പാരാപ്ലജിക് ഹോമിലുണ്ട്. അവിടെ നിന്നൊരു 12-14 കിലോമീറ്ററേ ഉള്ളൂ ഞാൻ ഇവിടെ ഗിരിനഗറിൽ. അപ്പോൾ ഞങ്ങൾ ആഴ്ചയൊരിക്കൽ പോകും കാണും, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ പോകും. അപ്പോൾ ഞങ്ങൾ ആഹാരമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. അവിടെ നിന്ന് കൂടുതൽ ഞാൻ വാരിക്കൊടുക്കും. അപ്പം എൻ്റെ കുഞ്ഞിനെ മടിയിൽ ഇങ്ങനെ തലേനൊക്കെ വെച്ചിട്ട് കുഞ്ഞിനെ കിടത്തും. പിടിച്ചുകൊണ്ടിരിക്കും, പിടിക്കാനൊക്കെ കൈ വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് എൻ്റെ മൂത്ത മോളുമായിട്ട് അയാൾ സംസാരിക്കും. അപ്പം അത് ഭയങ്കര സന്തോഷമായിരുന്നു, ഒരു കുടുംബത്തിൻ്റെ ഫീലിംഗ്. അപ്പം ചിലപ്പോഴൊക്കെ ഞങ്ങൾ അവനെ വണ്ടിയിലിരുത്തി പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ആഹാരമൊക്കെ കൊടുത്ത് തിരിച്ചു കൊണ്ടുപോകും. അപ്പം എഫക്റ്റീവ്ലി ഞാൻ MB അനിൽകുമാറിൻ്റെ ചേട്ടനായിട്ട് കുറച്ച് നാൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം എനിക്ക് ഒരു ഫോൺ വന്നു. ഞാൻ അന്ന് ക്ലാസ്സിലാണ്, എൻ്റെ കോഴ്സ് നടക്കുകയാണ്, ക്ലാസ്സിലാണ്, ഉച്ചയ്ക്കാണ്. എനിക്ക് കോള് വന്നു. പാരാപ്ലജിക് ഹോമിൽ നിന്ന് അർജൻറ്റായിട്ട് ഒരു കോളുണ്ട്, അർജൻറ്റായിട്ട് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. കോള് വന്നപ്പം എനിക്ക് അങ്കലാപ്പായി. പാരാപ്ലജിക് ഒന്ന് കോളെന്ന് പറയുമ്പോഴേ പേടിയായി, എന്തെങ്കിലും സംഭവിച്ചോ അല്ലെന്നായി. ഞാൻ ഉടനെ വണ്ടി എടുത്തു. നേരെ അവിടെ ചെന്നപ്പം അനിൽകുമാർ ഇങ്ങനെ വരാന്തയിൽ, പുള്ളിക്കാരനൊരു മൊബൈൽ വീൽ ചെയറുണ്ട്, അതായത് ഇലക്ട്രോണിക് വീൽ ചെയറാണ്. പുള്ളിക്കാരൻ താടി കൊണ്ടാണ് അതിനെ ഓടിക്കുന്നത്, കൈയൊന്നും ഒക്കത്തില്ല. അപ്പോൾ താടിയുടെ ഇവിടെ ഒരു ജോയ്സ്റ്റിക്ക് ഉണ്ട്, അത് വെച്ച് ഇങ്ങനെ ആക്കും, ഇങ്ങനെ ഇടത്തും പോകും. അങ്ങനത്തെ ഒരു എയർഫോഴ്സ് കൊടുത്ത ഒരു വീൽ ചെയറാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ ആ വീൽ ചെയറിൽ ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ട്. എന്നെ കണ്ടിടണ പുള്ളി ഇങ്ങനെ പുറകോട്ടാക്കി വീൽ ചെയർ മുമ്പോട്ട് ഓടിച്ചുകൊണ്ട് വന്നു. ഞാൻ അടുത്ത് ഞാൻ പറഞ്ഞു, അതിലെന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞു, തിറകൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാമോ? അപ്പം ഞാൻ പറഞ്ഞു, എന്നെ കെട്ടിപ്പിടിക്കാദ്യമേ. അപ്പം ഞാൻ കെട്ടിപ്പിടിച്ചു. എനിക്കൊന്ന് കരയണം. അപ്പം ഞാൻ ചോദിച്ചു, അതിലെന്ത് പറ്റി? പുള്ളി പറഞ്ഞു, എൻ്റെ അച്ഛൻ മരിച്ചു ഇന്ന്.
എനിക്ക് മെസ്സേജ് വന്നു. പിന്നെ അദ്ദേഹം അങ്ങോട്ട് കരയുമായിരുന്നു, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ. ക്വാഡ്രിപ്ലീജിയ ഉള്ള വ്യക്തികൾക്ക് മസിൽ സ്പാസംസ് വരും. അവർക്ക് ഇമോഷൻ ആകുമ്പോഴത്തേക്ക് അവരുടെ മസിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്പാസാകും. ഞാനിങ്ങനെ പിടിച്ചപ്പോൾ അനിൽ അങ്ങ് പൊട്ടി കരയുകയും ചെയ്ത് പുള്ളിക്കാരൻ ഇങ്ങനെ ഫുൾ ബോഡി സ്പാസമായിട്ടിരിക്കും. കുറച്ച് നേരം ഞാനിങ്ങനെ പിടിച്ചുകൊണ്ട് നിന്ന് അദ്ദേഹം ഒന്ന് ശാന്തനായി. പറഞ്ഞു, ഇനി എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കരയണമായിരുന്നു, എനിക്ക് പേടിയായിരുന്നു കരയാൻ. അപ്പോൾ ആ മനുഷ്യൻ്റെ ശക്തി നോക്കിക്കോണം. പിടിച്ച് വെച്ച് അതറിയാം, കരയുകയാണെങ്കിൽ എനിക്കിത് പ്രയാസമാണ്, എനിക്ക് എന്നെ നോക്കാൻ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ ചെന്നു, വളരെ ക്ലോസ് ആയിരുന്നു ഞങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പൂനെയിൽ നിന്നും പോസ്റ്റിങ് ഞാൻ കൽക്കട്ടയ്ക്ക് പോയി. പോകുന്നതിന് മുമ്പൊക്കെ ഞങ്ങൾ പോയി കണ്ടു. കൽക്കട്ടയിൽ നിന്ന് ഞാൻ 1-2 പ്രാവശ്യം ഡ്യൂട്ടിക്ക് പൂനെക്ക് വന്നപ്പോൾ ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ കൂടെ സമയം ചെലവഴിക്കുമായിരുന്നു. അതിനിടയ്ക്ക് വെച്ചിട്ട് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഞങ്ങളുടെ ഓൾഡ് ബോയ്സ് MB അനിൽകുമാർ ഞങ്ങളുടെ സ്കൂളിലെ ഓൾഡ് ബോയ് ആയതുകൊണ്ട് സൈനിക സ്കൂളിലെ ആൾക്കാരെല്ലാം കൂടെ കൂടി അദ്ദേഹത്തിന് വേണ്ടി ഒരു ആംബുലൻസ് വാങ്ങിച്ചു. അപ്പോൾ ഈ ആംബുലൻസിന് ഡ്രൈവർ വേണം, ഇത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം വേണം. അപ്പോൾ ആരോ കണ്ടുപിടിച്ചു, ഞാനിവിടെ പോസ്റ്റഡ് ആയിരുന്നു. ഇപ്പോൾ എന്നെ ആരോ വിളിച്ചു. അപ്പം ഞാൻ എൻ്റെ പഴയ യൂണിറ്റിൽ വിളിച്ചു പറഞ്ഞു. അപ്പം അവിടുന്ന് കൺഫേം ആക്കി, അനിലിന് എപ്പോൾ വേണമെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മതി, ഡ്രൈവർ ഈ ആംബുലൻസ് എടുത്ത് ചെല്ലും, കൊണ്ടുപോകും. അപ്പോൾ ആംബുലൻസ് എൻ്റെ പഴയ യൂണിറ്റിലാണ് പാർക്ക് ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ ഒരു ബന്ധം. ഞാൻ അവസാനം എൻ്റെ ടെന്യൂർ അവിടുത്തെ കോഴ്സ് എല്ലാം കഴിഞ്ഞ് ഞാൻ കൽക്കട്ടയിൽ വന്നു. അപ്പോൾ എൻ്റെ ഭാര്യ റിസൈൻ ചെയ്തു. കൽക്കട്ടയുടെ കൂടെ ഞാനും ഭാര്യയും 2 മക്കളും അവിടെ എത്തി. എൻ്റെ ഭാര്യ B.Ed ചെയ്യാൻ കയറി, നെറ്റ് പാസ്സായി. അപ്പോഴത്തേക്കാണ് എനിക്ക് അടുത്ത ഒരു ട്രെയിനിങ് പ്രോഗ്രാം വരുന്നത് ജബൽപൂറിൽ. ഞാൻ ജബൽപൂരിൽ പോയി 3 മാസത്തെ ട്രെയിനിങ് ആയിരുന്നു. തിരിച്ച് ഞാൻ എൻ്റെ യൂണിറ്റിൽ വന്നു. ശനിയാഴ്ച ആണ് കോഴ്സ് കഴിയുന്നത്. അന്ന് ഞായറാഴ്ച രാവിലെ വീട്ടിലെത്തി. തിങ്കളാഴ്ച രാവിലെ ഞാൻ എൻ്റെ ഓഫീസിൽ പോയി ജോയിൻ ചെയ്തു. ഒരു 10-10:30 ആയപ്പോഴത്തേക്ക് എന്നെ എൻ്റെ ബോസ് വിളിച്ചു, കം ഹിയർ ഇമ്മീഡിയറ്റ്ലി. എന്താണെന്ന് മനസ്സിലായില്ല. പുള്ളിക്കാരൻ്റെ ശബ്ദം കേട്ടിട്ട് എനിക്ക് മനസ്സിലായി എന്തോ സാരമായി സംഭവിച്ചിട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നു. പഴയൊരു ബിൽഡിങ്ങാണ്, ബ്രിട്ടീഷുകാരുടെ ബിൽഡിങ്ങാണ്. അപ്പോൾ സ്റ്റെപ്പെല്ലാം കയറി ഞാൻ മേളിൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ വിശാലമായൊരു ഓഫീസുണ്ട്. ഞാൻ അങ്ങോട്ട് കയറി സല്യൂട്ട് ചെയ്തു. ചെന്ന് കയറി ഉടനെ അദ്ദേഹം അങ്ങ് പൊട്ടിത്തെറിച്ചു. ഹൗ ഡെയർ യു ഡു ഇറ്റ്? ഞാൻ പറഞ്ഞു, സർ എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്താ വിചാരിച്ചത്? നിനക്ക് അവിടെ പോയി നിൻ്റെ പോസ്റ്റിങ് വാങ്ങിക്കാനൊക്കെ നീ വിചാരിച്ചോ? നിന്നെ ഞാൻ വിടത്തില്ല, നീ വന്നിട്ട് 2 വർഷമേ അപ്പം ഞാൻ പറഞ്ഞു, സർ ഏത് പോസ്റ്റിങ്, എങ്ങോട്ട് പോസ്റ്റിങ്? അപ്പോഴത്തേക്ക് പറഞ്ഞു, നീ എന്താ വിചാരിക്കുന്നത്? എന്ത് ഈ ആക്ഷൻ്റെ കാര്യം എന്തോ, ഡ്രാമയൊന്നും വേണ്ട, നീ അല്ലേ പോസ്റ്റിങ്? ഞാൻ പറഞ്ഞു, സർ ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് പോസ്റ്റിങ് വരുമെന്നും അറിയാൻ വയ്യ. നീ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല. സർ എങ്ങോട്ടാണ് പോസ്റ്റിങ് വന്നേ? നീ തിരിച്ച് ജബൽപൂരിന് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നീ പോകത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, സർ ഞാൻ ആരോടും പോസ്റ്റിങ്ങൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കൊരു പിടിയില്ല, ആരോടും ഞാൻ പറഞ്ഞിട്ടുമില്ല. അപ്പം അദ്ദേഹം എന്നെ ഇരിക്കാൻ പോലും പറയുന്നില്ല. അദ്ദേഹം ഫോൺ എടുത്ത് നേരെ ഡൽഹിക്ക് ഡയൽ ചെയ്തു. ഞാൻ ഈ ഓഫീസറെ വിടത്തില്ല, എനിക്കിവിടെ പണിയാൻ ആളൊന്നുമില്ല, അവന് 3 ഓഫീസുള്ളതാണ്, അവനെ ഞാനിപ്പം വിടത്തില്ല, വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ, ഇനി 1 വർഷം കൂടെ നിൽക്കണം, എനിക്ക് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. എന്നിട്ട് പുള്ളി ഫോൺ വെച്ചു. എന്നോട് വെച്ചു, മതിയായോ? ഞാൻ പറഞ്ഞു, സാർ എനിക്ക് സാർ എവിടെയായാലും ജോലി ചെയ്യാം, ഞാൻ ജബൽപൂരിൽ പോകാൻ പറഞ്ഞില്ല, എനിക്ക് ഇവിടെ നിൽക്കണമെന്നും പറഞ്ഞില്ല, പോകണമെന്നും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് സർക്കാർ തീരുമാനിച്ചു, ഒരു കോൾ വന്നു, സാറാ എന്നോട് ആദ്യമേ പറയുന്നത്. ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഡൽഹിയിൽ നിന്ന് തിരിച്ച് ഡയറക്ടർ ജനറലിൻ്റെ കോൾ എൻ്റെ സിഒയ്ക്ക്. അനിൽ, ചോക്കോ വിൽ മൂവ് 4 days ടൈം, 4 ദിവസത്തിനകം ചോക്കോ വിൽ മൂവ്. അവനിവിടുന്ന് പോകും, അടുത്ത 4 ദിവസത്തിനകം. അടുത്ത 6-ാം ദിവസം അവിടെ ജോയിൻ ചെയ്യണം.
അടുത്ത കോഴ്സ് തുടങ്ങുന്നത് ഇന്ന ദിവസമാണ്, അതിന് ഒരാഴ്ച മുമ്പ് അവൻ അവിടെ ചെല്ലണം. അവനായിരിക്കും അടുത്ത കോഴ്സിൻ്റെ ബേസിക് DS, അതായത് ഞാൻ ചെയ്ത ഈ കോഴ്സിൻ്റെ അടുത്ത കോഴ്സ് ഞാനായിരിക്കും മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം എൻ്റെ ബോസ് ഒത്തിരിയൊക്കെ പറഞ്ഞു. അപ്പം അവിടുന്ന് DG പറഞ്ഞു, എന്നോട് അധികം ആർഗ്യുമെൻറ്റും ഡിസ്കഷനും ഒന്നും വേണ്ട, ഓർഡർ ഞാൻ ഇടുന്നുണ്ട്, ഓഫീസർ അടുത്ത 3 ദിവസത്തിന് അവിടുന്ന് മൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ നിനക്കായിരിക്കും പ്രശ്നം എന്ന് പറഞ്ഞു. COയ്ക്ക് ദേഷ്യം. അവസാനം ഞാൻ പറഞ്ഞു, സാർ എനിക്കൊന്നും അറിയാൻ വയ്യ എന്തോ നടന്നതെന്ന്. എന്തായാലും അദ്ദേഹം വിശ്വസിച്ചോ ഇല്ലെന്ന് എനിക്കറിയാൻ വയ്യ. അടുത്ത 3 ദിവസത്തിനകം ഞാൻ എല്ലാം വീടൊക്കെ പാക്ക് ചെയ്ത് ട്രക്കൊക്കെ പിടിച്ച് ബുക്ക് ചെയ്തു, സാധനമൊക്കെ കയറ്റി ഞങ്ങൾ ജബൽപൂരിന് എത്തി. പിന്നെ സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ജബൽപൂരിലെത്തിയപ്പം അവർ പറയുന്നു അവിടെ ഫാമിലിക്ക് അക്കോമഡേഷൻ കിട്ടാൻ പ്രയാസമാണ്, പുറത്ത് വാടകയ്ക്ക് താമസിക്കണം. അപ്പം ഞാൻ പറഞ്ഞു അത് പ്രയാസം എനിക്ക്. കാരണം എന്തുവാ? കാരണം അവിടെ ഒരു എർത്ത് ക്വേക്ക് വന്നു. എർത്ത് ക്വേക്ക് വന്ന് ഉള്ള ബിൽഡിങ്ങിനെല്ലാം ക്രാക്കായി. ഞാൻ ചോദിച്ചു, പഴയ ആൾക്കാർ താമസിച്ച ബിൽഡിങ്? അത് അവരൊക്കെ താമസിക്കുന്നുണ്ട്, അവരെല്ലാവരും ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആരെയും ബ്ലെയിം ചെയ്യത്തില്ല എന്ന്. അപ്പം ഞാനും തരാം. അപ്പം ഞാൻ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് വന്നതിൻ്റെ 3-ാം ദിവസം എനിക്ക് ക്വാർട്ടേഴ്സ് കിട്ടി. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും ആ വീട്ടിൽ താമസമാക്കി. ഞാൻ അവിടെ ജബൽപൂരിൽ കോളേജ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റിൽ സ്റ്റാഫായിട്ട് പഠിപ്പിക്കുന്നു. എൻ്റെ സ്റ്റുഡൻസ് എല്ലാം എന്നെക്കാളും സീനിയർ ഓഫീസേഴ്സാണ്, അവരെയാണ് പഠിപ്പിക്കുന്നത്. ഒരു കോഴ്സ് ലെഫ്റ്റനൻറ്റ് കേണൽസ് ആയിരുന്നു, ഒരു കോഴ്സ് കേണൽമാരുണ്ടായിരുന്നു, ഒരു കൊച്ചു കോഴ്സ്. അതൊക്കെ പഠിപ്പിക്കുമ്പോഴാണ് എൻ്റെ പ്രൊമോഷൻ്റെ ബോർഡ് മേജർ ടു ലെഫ്റ്റനൻറ്റ് കേണൽ. അന്ന് പ്രൊമോഷൻ ബോർഡ് മേജറിലാണ് തുടങ്ങുന്നത്, ലെഫ്റ്റനൻറ്റ് കേണലിലോട്ട്. പ്രൊമോഷൻ ബോർഡെന്ന് പറയുമ്പം അന്ന് വരെയുള്ള നമ്മളുടെ എല്ലാ റെക്കോർഡും നോക്കി മാർക്കിട്ട് അതിനകത്ത് മെറിറ്റ് വെച്ചിട്ട് വേക്കൻസി വെച്ചിട്ടാണ് ആക്കുന്നത്. അതായത് സാധാരണഗതിയിൽ ഒരു ബാച്ചിൻ്റെ ഒരു 30-40% പേർക്കേ ഉള്ളൂ അടുത്ത പ്രൊമോഷൻ. ഞാനൊരു ഔട്ട്സ്പോക്കൺ വ്യക്തി ആയതുകൊണ്ടും എല്ലാവരോടും കയറി ഹെഡ് ചെയ്ത് വർത്തമാനം പറയുന്നതുകൊണ്ടും ഞാനങ്ങനെ വളരെ സ്നേഹത്തോടുമല്ല എൻ്റെ സീനിയേഴ്സിനോടൊക്കെ പറയാനുള്ളത് പറയുന്നത് കൊണ്ടും പലർക്കും തോന്നി, എനിക്കും തോന്നി ഒരു പക്ഷേ ഞാൻ പ്രൊമോഷൻ ആകത്തില്ല എന്ന്. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ ഒരു ജോലി കണ്ടുപിടിക്കുക, പ്രൊമോഷൻ ആയില്ലെങ്കിൽ ഞാൻ റിസൈൻ ചെയ്യാം, അത് കഴിഞ്ഞ് നമുക്ക് പുറത്ത് നിന്ന് നോക്കാം. അപ്പം അങ്ങനെ എൻ്റെ ഭാര്യ ജോലി അപ്ലൈ ചെയ്തു. ആൻഡ് അലഹാബാദ് അഗ്രികൾച്ചർ കോളേജ് നൈനിയിലോട്ട് ജോലി കിട്ടി, പോയി. അപ്പം എൻ്റെ 2 മക്കൾ എൻ്റെ കൂടെ, ഭാര്യ അലഹാബാദിന് പോയി, ഞാൻ ജബൽപൂരിൽ. ഞങ്ങളിങ്ങനെ ഒരു 5-6 മാസം ഞാനും എൻ്റെ 2 മക്കളുമായിട്ട് കഴിഞ്ഞു. അന്നേരമാണ് ഈ വന്ന കോഴ്സിനെ കൊണ്ട് എനിക്ക് ഒരു ടൂർ, അതായത് ഒരു പ്രോജക്റ്റ് ടൂറുണ്ട്. ഇപ്പോൾ ഒരു പ്രോബ്ലം കിട്ടും, ഒരു പ്രശ്നത്തിന് തരും, അതിനെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യണം നോക്കണം, അത് പിന്നെ ആർമി എടുത്ത് ഉപയോഗിക്കും. അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. അതായത് ഒരു ലൈവ് പ്രോബ്ലം, ഒരു ശരിക്കും നടക്കുന്ന ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ കോഴ്സിൻ്റെ ഒരു ഉദ്ദേശം. അപ്പം എല്ലാവരും എൻ്റെ സീനിയേഴ്സാണ്, എൻ്റെ സ്റ്റുഡൻസ് അല്ല, അവരെയും കൊണ്ട് ഞാൻ പോകണം. അപ്പം ഞാൻ എൻ്റെ 2 മക്കളെയും കൊണ്ട് അലഹബാദിലാക്കി. അവിടെ നിന്നാണ് ഞാൻ പോയത്. ഈ ടൂറിനിടയ്ക്ക് വെച്ച് ഞങ്ങളുടെ ബോർഡിൻ്റെ റിസൾട്ട് വന്നു, ഞാൻ അപ്രൂവായി. അതായത് മേജർ ടു ലെഫ്റ്റനൻറ്റ് കേണലായിട്ട് ഞാൻ അപ്രൂവായി. അപ്പോഴത്തേക്ക് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ CMM കോളേജ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റിൻ്റെ തലപ്പത്ത് അഴിച്ച് പണി നടന്നു. പുതിയ ഒരു ലെഫ്റ്റനൻറ്റ് ജനറൽ വന്നു, ജനറൽ വിജയലാൽ. അദ്ദേഹത്തിനോട് അറിവ് പറഞ്ഞു എന്നെപ്പറ്റി. അദ്ദേഹം എന്നെ ഡൽഹിയിൽ വെച്ച് കാണുകയും
അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റായിട്ട് എന്നെ അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഞാൻ തിരിച്ച് കോളേജിൽ വന്നപ്പം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് ഓഫീസറും എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റുമായിട്ട് ഞാൻ കുറച്ച് നാൾ ജോലി ചെയ്തു. അപ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ ജോലി റിസൈൻ ചെയ്ത് തിരിച്ചു വന്നു. ഞങ്ങൾ ഒരുമിച്ചായി. കാര്യം എന്തായാലും ഇനിയിപ്പോൾ ആർമി വിടത്തില്ലല്ലോ. ആ സമയത്താണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഡിസിഷൻ എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്, അത് ഈ ജനറലിൻ്റെ കൂടെ കയറി അവസാനം ആയപ്പോഴത്തേക്ക് ഈ വരുന്ന എല്ലാ ഫയലും, ജനറലിലേക്ക് വരുന്ന ഫയലെല്ലാം എൻ്റെ കൂടെ, എൻ്റെ ത്രൂവാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് രാത്രി ഉറക്കമൊന്നുമില്ല. ഇനി 10-12 മണി ഈ ഫയൽ നോക്കണം, അപ്പോൾ രാവിലെ പഠിപ്പിക്കാനുള്ള നോക്കണം, അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ പ്രൊമോഷൻ വന്നു, പോസ്റ്റിംഗ് വന്നു ഡൽഹിക്ക്. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഈ ഡൽഹി പോസ്റ്റിംഗ് ഈ ജനറൽ പറഞ്ഞിട്ടാണ്. കാരണം അദ്ദേഹം ഡയറക്ടർ ജനറലായിട്ട് നിയുക്തനായിരുന്നു. വരാൻ കുറച്ച് മാസങ്ങളേ ഉള്ളായിരുന്നു. ഞാൻ ആദ്യമേ പോയി ഒരു യൂണിറ്റ് ചേർന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ആർമി ഹെഡ്ക്വാർട്ടറിൽ വന്നു, എന്നെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ആ ഇടയ്ക്ക് 2-3 മേജർ സംഭവങ്ങൾ ഇന്ത്യൻ ആർമിയിൽ നടന്നു. ഒന്ന്, പല അമ്യുനേഷൻ ഡെപ്പോസിൽ, അതായത് ഈ ബോംബുകൾ വെക്കുന്ന പല സ്ഥലങ്ങളിലും പൊട്ടിത്തെറികളുണ്ടായി. അപ്പം അത് വെക്കുന്നവരുടെ കുറ്റമാണെന്നൊരു പഴി വന്നു. അതായത് ഇപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ പഴിക്കാൻ തുടങ്ങി, ഇവർ ശരിക്കും നോക്കാത്തതുകൊണ്ടാണ് ഈ ബോംബുകളൊക്കെ പൊട്ടുന്നതെന്ന്. അപ്പോൾ എൻ്റെ ഡയറക്ടർ ജനറൽ വളരെ പ്രയാസമായി. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം പഠാൻകോട്ടിൽ വലിയൊരു പൊട്ടിത്തെറി നടന്നു. കുറച്ച് പേര് മരിച്ചു. അത് വലിയൊരു അമ്യുനേഷൻ ഡെപ്പോ മൊത്തം അങ്ങ് പൊട്ടി. ജനറൽ പത്മനാഭനാണ് അന്നത്തെ ചീഫ്. അപ്പം പുള്ളിക്കാരന് റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. ആ ഇടയ്ക്ക് ശ്രീ ജസ്വന്ത് സിംഗ് ആയിരുന്നു രക്ഷാമന്ത്രി. അവർക്ക് റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ രാവിലെ ഒരു സ്പെഷ്യൽ ഫ്ലൈറ്റ് ഞങ്ങൾക്ക് വേണ്ടി കിട്ടി, എയർഫോഴ്സിൻ്റെ ആവ്രോ. അതിൽ കയറി ഞങ്ങൾ പഠാൻകോട്ട് ചെന്ന് മൊത്തം നോക്കി. ജനറലും ഞാനും ഒരു ബ്രിഗേഡിലും കൂടെ പോയി എല്ലാം നോക്കി. രാവിലെ പോയപ്പോൾ വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ചീഫിനെ കാണണം റിപ്പോർട്ടുമായിട്ട്. ഞങ്ങൾ രാവിലെ 6 മണിക്ക് പോയി 7:30 ആയപ്പോൾ അവിടെ ലാൻഡ് ചെയ്തു. അപ്പം എല്ലാം കണ്ടു. ഞാൻ തിരിച്ച് പ്ലെയിനിൽ ഇരുന്ന് ടൈപ്പ് ചെയ്യുക, എല്ലാം റിപ്പോർട്ടൊക്കെ ടൈപ്പ് ചെയ്ത് തിരിച്ച് വന്ന്, അതായത് വെള്ളം പോലും കുടിച്ചിട്ടില്ല, വന്ന് തിരിച്ച് ആർമി ഹെഡ്ക്വാർട്ടറിൽ വന്നു. 3:30 ആയപ്പോഴത്തേക്ക് ഞാൻ റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്ത് ജനറലിനെ കൊടുത്തു. ജനറൽ 4 മണിക്ക് പോയി ചീഫിനെ കണ്ടു. ചീഫ് ആ റിപ്പോർട്ട് രക്ഷാമന്ത്രിക്ക് അയച്ചു. പിറ്റേന്ന് രാവിലെ രക്ഷാമന്ത്രി എന്നെ വിളിപ്പിച്ചു. അദ്ദേഹത്തെ പോയി ഞാൻ ബ്രീഫ് ചെയ്തു, ശ്രീ ജസ്വന്ത് സിംഗിനെ. അദ്ദേഹം അതിൻ്റെ പിറ്റേന്ന് പാർലമെൻറ്റിൽ ഒരു സുവോമോട്ടോ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് രക്ഷാമന്ത്രി സ്വയം പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് രാഷ്ട്രത്തിന് മുമ്പിലും ഒക്കെ അദ്ദേഹം അവതരിപ്പിച്ചു. എനിക്ക് ആ കാര്യത്തിൽ വളരെ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ എഴുതിയ റിപ്പോർട്ട് അദ്ദേഹം വായിച്ചത്, അതാണ് ആ റിപ്പോർട്ട് വായിച്ചത്. അങ്ങനെ കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് പ്രൊമോഷന് ആ സമയമായിട്ടില്ല, ആ ബോർഡ് അടുത്ത് വരുന്നു. അപ്പം പ്രൊമോഷൻ മുന്നിൽ കണ്ട് എനിക്ക് അടുത്ത പോസ്റ്റിങ് കിട്ടി. ഒരു പട്ടാളക്കാരൻ വേറൊരു പട്ടാളക്കാരനെ വെടിവെച്ചു, അയാൾ മരിച്ചു. അതിൻ്റെ കോർട്ട് മാർഷൽ നടന്നു, അതിൻ്റെ ട്രയൽ നടന്നു കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ജഡ്ജ്മെൻ്റൊന്നും വന്നിട്ടില്ല. ഈ വെടിവെച്ച മനുഷ്യൻ തന്നെ സ്വയം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അത് തോക്ക് തെന്നി അയാളുടെ ഇവിടെ തോളത്ത് വെടിയുണ്ട്. അയാൾ ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നു. അയാൾ ഞങ്ങളുടെ മിലിറ്ററി സെല്ലിൽ കിടപ്പുണ്ട്, അത് ഞങ്ങളുടെ പ്രസിന് കിടപ്പുണ്ട്, ഞങ്ങളുടെ തന്നെ പ്രസിനുണ്ട്, അവിടെ കിടക്കുന്നു. ഇനി അയാളുടെ കാര്യങ്ങളുണ്ട്. ഇതാർക്കും ചെയ്യണ്ട. ആ യൂണിറ്റിലോട്ടാണ് എൻ്റെ പോസ്റ്റിംഗ് വന്നത്.